നമസ്കാരം ഫവസേ. നമസ്കാരം. നമ്മുടെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യക്കെതിരെ ഇപ്പോൾ കേസുകളുടെ പെരുമഴക്കാലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണവുമായി സംബന്ധിച്ച് അന്ന് SIT പ്രതിയെന്ന് ചേർത്ത് അറസ്റ്റ് ചെയ്ത ഒരേ ഒരു പ്രതിയാണ് പി ദിവ്യ. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണത്തിൽ പ്രേരണാകുറ്റം ചുമത്തിയാണ് എന്ന SIT പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. എന്നാൽ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ പി ദിവ്യയ്ക്ക് എതിരെ വരുന്നു എന്നുള്ളതാണ്. അന്ന് ADM നവീൻ ബാബുവിൻ്റെ കേസിൽ പി ദിവ്യക്കെതിരെ കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ആ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനോട് അപേക്ഷ കൊടുക്കുന്നു. സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിവരം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. മറ്റു മാധ്യമങ്ങളിലും അത് വലിയ വാർത്തയായി. ഇപ്പോൾ മറ്റൊരു കേസ് കൂടി പി ദിവ്യക്കെതിരെ വരുന്നു. നേരത്തെ ഉണ്ടായിരുന്നൊരു കേസാണ്. അതായത് KSUവിൻ്റെ സംസ്ഥാന നേതാവായ മുഹമ്മദ് ഷമാസ് പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ നടത്തിയ ചില അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് നൽകിയിട്ടുണ്ടായിരുന്നു. പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ അനധികൃതമായ അഴിമതി ഇടപാടുകളാണ് നടത്തിയത്. ഏതാണ്ട് 12 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് അന്ന് ഷമാസ് ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണ് എന്നുകൂടി ഷമാസ് പറയുകയുണ്ടായി. മറ്റൊരു ഗുരുതരമായ ആരോപണം, കണ്ണൂരിൻ്റെ കണ്ണായ പ്രദേശങ്ങളിലെല്ലാം, അതായത് ടൗണിലടക്കം നിരവധി ഏക്കർ ഭൂമിയാണ് പി ദിവ്യ വാങ്ങിക്കൂട്ടിരിക്കുന്നത് ബിനാമികളുടെ പേരിൽ എന്നുള്ളതാണ് പറയുന്നത്. അത് പാലത്താഴം തട്ടിലുള്ള റിസോർട്ട് അടക്കമുള്ള ചില ഭൂമികളുടെ രേഖകൾ അടക്കം ഷമാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാറിലുള്ള ക്യാരറ്റ് തോട്ടം അടക്കമുള്ള ചില ഭൂമിയുടെ രേഖകൾ അന്ന് ഷമാസ് വിജിലൻസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കേസിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടന്നില്ല എന്ന് തന്നെയല്ല, വിജിലൻസ് ഷമാസിൻ്റെ പരാതി കിട്ടി ഒരു പ്രാഥമികമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പി ദിവ്യയ്ക്ക് എതിരെ ഈ പരാതിക്കാരൻ പറയുന്നത് പോലുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്ന് തീരുമാനം കൈക്കൊണ്ടത്. ഇപ്പോൾ വീണ്ടും വിജിലൻസിൽ നിന്നും സമാനമായ ഈ കേസ്, അതായത് അന്ന് പിണറായി വിജയൻ്റെ സർക്കാർ അന്വേഷിച്ച് വിജിലൻസ് ക്ലീൻ ചീട്ട് നൽകിയ പി ദിവ്യ കുറ്റക്കാരിയല്ല എന്ന ക്ലീൻ ചീട്ട് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് കീറി വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഷമാസ് ഉന്നയിച്ച ആ കേസിന്മേൽ വീണ്ടും പി ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നു. അക്ഷരാർത്ഥത്തിൽ പി ദിവ്യയ്ക്ക് ഇരട്ട പൂട്ട് വീഴുന്നു എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാടൻ ഭാഷയിൽ പറയാം. എന്താണ് ഫവാസിന് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇതിലൊന്ന് ഷമ്മാസ് കൊടുത്ത KSU നേതാവാണ് ഷമ്മാസ്. അദ്ദേഹം കൊടുത്ത നടപടിയിൽ അന്ന് ആഭ്യന്തര വകുപ്പ്, അന്ന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് എടുത്തായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ നേതാവ് എന്നുള്ള നിലക്ക് നമുക്കറിയാലോ എങ്ങനെയായാലും ഒരു അനുകമ്പ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യം. പിന്നെ അന്ന് നടന്നത് കേസ് എടുത്ത് മുമ്പോട്ട് പോയിട്ടില്ല. കേസ് എടുത്തു എന്നല്ലാണ്ട് അന്വേഷണം മുമ്പോട്ട് പോയിട്ടില്ല. അന്ന് ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഈ സംഭവങ്ങൾ അവർ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കി. എന്നിട്ട് അതിന് ശേഷം അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള വഴിവിട്ട യാതൊരു ബന്ധവും നടത്തിയിട്ടില്ല, അഴിമതി വാങ്ങിയതിന് അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചതിന് യാതൊരുവിധ തെളിവില്ല, ഈ നേതാവ് പറഞ്ഞതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇവരായിട്ട് ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു, കോടതിയിലോട്ട് അയക്കുന്നു, അങ്ങനെ കേസ് തള്ളിപ്പോകുന്നു. അതാ രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് യാതൊരുവിധ എന്താ പറയുക നടപടിയോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് തിരിച്ച് ഭരണം മാറുമ്പോൾ എല്ലാം അന്ന് അതിൽ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ടല്ല പോയിട്ടുള്ളത്, അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള രീതിയിൽ കോടതി ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാധനം പിടിച്ചിട്ടാണ് ഇപ്പോൾ UDF സർക്കാർ ഇത് വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത്. കാരണം അന്ന് നേരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള സാധനം പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് നേരെ ഒന്ന് അന്വേഷിക്കുക. പോയ സാധനങ്ങൾ എന്താ പറയുക വീണ്ടും കുത്തിപ്പൊക്കാന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. കോടതി ഒരു വാക്ക് ഇപ്പം എന്താ പറയുക യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തലക്കടി അടിച്ച വിഷയത്തിലും അന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വാക്കുമ്മയാണ് പിന്നീട് ഇത് വീണ്ടും അന്വേഷണത്തിൽ കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന്. അതായത് അന്വേഷണം ആവശ്യമാണ്, തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അന്നത് പൂഴ്ത്തി വെച്ചതായിരുന്നു. പക്ഷെ ആ സാധനം പിന്നീട് നമ്മൾ കണ്ടതാണ്. പിന്നെ അന്വേഷണം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഇവർ വന്നപ്പോൾ സാധനം എടുക്കുന്നു, അന്വേഷിക്കുന്നു. ഇപ്പം ഇതേപോലെ തന്നെ കോടതി പറഞ്ഞൊരു വാക്കുമെന്നാണ് ഇവർ വീണ്ടും ഈ സാധനം എടുക്കുന്നത്. അപ്പം
പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ നമുക്ക് ഇതൊരു പ്രതികാര നടപടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പരോക്ഷമായിട്ട് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അടിക്കടി തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ UDF സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം ഒരു കേസ് ഇപ്പോൾ CBIയിലോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ CBIയുടെ ഭാഗത്ത് ഒരു അന്വേഷണം ഒരു സൈഡിലൂടെ നടക്കുന്നു, മറുവശത്ത് നിന്ന് സംസ്ഥാന ഇന്റലിജൻസിന്റെ എനിക്ക് ഏറ്റവും ഇന്റലിജൻസ് വിഭാഗത്തിന് എന്താ പറയുക രമേശ് ചെന്നിത്തല കത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ വേണം, അതിനെ തുടർ നടപടിയായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ തുടർ നടപടിയായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള തരത്തിലാണ് പോകുന്നത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഒരു നേതാക്കന്മാരെയും അന്ന് ഈ പറഞ്ഞ പോലെ ആരെയും എല്ലാ കാലത്തും ഭരണം തങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലേക്ക് കടന്നിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 വർഷത്തെ തുടർഭരണം എന്നുള്ള ഒരു പ്രക്രിയക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇനിയും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ഷൻ നടന്നപ്പോഴൊക്കെ 2026 ഇലക്ഷൻ മാധ്യമങ്ങൾ പറഞ്ഞത് 3-ാം വട്ടവും പിണറായി സർക്കാർ എന്നുള്ള എല്ലാ മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒട്ടുമിക്ക മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ TVയുടെ ഒക്കെ സർവേയിലടക്കം അവർ പറഞ്ഞത് ഏകദേശം 85 മുതൽ 90 സീറ്റ് മുതൽ എങ്ങനെ വന്നാലും കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും കിട്ടും, 3-ാം പ്രാവശ്യം പിണറായി തന്നെ വരും, അതുകൊണ്ട് എത്ര വേണേലും മുക്കാം, എത്ര വേണേലും കക്കാം, ആരും പിടിക്കപ്പെടില്ല. ആ ഒരു ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. നേരെ തിരിഞ്ഞു, UDF ഭരണത്തിലേറുന്നു. അന്ന് മുക്കിവെച്ച എല്ലാ കേസുകളും VD സതീശനും രമേശ് ചെന്നിത്തലയും പൊക്കിയെടുക്കുന്നു എന്നുള്ളൊരു പ്രക്രിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫവാസ്, ഇതിപ്പോ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു കാരണവശാലും വിവക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണം ഉണ്ടായിരുന്നു, ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള ആ ഒരു പോയിന്റിൽ പിടിച്ചു കയറുമ്പോൾ പോലും അന്ന് വിജിലൻസും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പൊ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി വിജയൻ എന്നാണ് PP ദിവ്യ അറിയപ്പെട്ടിരുന്നത്. പിണറായി വിജയന്റെ വത്സല ശിക്ഷ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിയുടെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്തായിരുന്നു PP ദിവ്യ എന്നൊക്കെ പറയുന്നുണ്ട്. പല സന്നിഗ്ധ ഘട്ടങ്ങളിലും PP ദിവ്യയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് P ശശിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക ADM നവീൻ ബാബുവിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വർഷങ്ങൾക്ക് ശേഷം P ശശി അഭിഭാഷക കുപ്പായം ഇട്ട് വന്നത് PP ദിവ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന അവസരത്തിലാണ്. P വിശ്വനാണ് പാർട്ടിയുടെ സ്ഥിരം ക്രിമിനൽ കേസുകളുടെ അഭിഭാഷകനായ P വിശ്വനാണ് ആ കേസ് നടത്തിയിരുന്നത്. എന്നാൽ P ശശി കൂടി അഭിഭാഷകന്റെ വേഷത്തിൽ അന്ന് കോടതിയിൽ PP ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ചെറിയൊരു സ്രാവല്ല എന്നർത്ഥം. അതെ, അപ്പോൾ തീർച്ചയായും PP ദിവ്യ ഈ ADM നവീൻ ബാബുവിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കല്യാശ്ശേരിയിൽ നിന്നും തീർച്ചയായും മത്സരിക്കപ്പെടേണ്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, MLA ആയി ജയിച്ചു വരുമായിരുന്നു എന്നുള്ളതായിരുന്നു അവിടെയുള്ള CPM-കാരുടെ കണക്കൂട്ടൽ, PP ദിവ്യയുടെ കണക്കൂട്ടൽ. ഈ ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം ഉണ്ടായതോടുകൂടി ഇപ്പൊ ഈ മുഹമ്മദ് ഷമാസ് സമർപ്പിച്ച ഈ കേസൊക്കെ വന്നതോടുകൂടി PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാവുകയായിരുന്നു. അതിന്റെ പിറകിൽ MP ഗോവിന്ദനൊക്കെ ഒരു കളി കളിച്ചിട്ടുണ്ട്. കാരണം MP ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ നിന്ന് നിർത്തി MLA ആക്കി കൊണ്ടുവരാനുള്ളൊരു ഗൂഢശ്രമം നടക്കുമ്പോൾ വനിതാ വിഭാഗത്തിൻ്റെയും ജാതിമത വിഭാഗങ്ങളുടെ എല്ലാം ആ ഒരു സമതുലിതാവസ്ഥ പരിഗണിക്കുമ്പോൾ അവിടെ ഒരു കളി നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും PP ദിവ്യക്കെതിരെ കൃത്യമായൊരു കരുനീക്കം അവിടെ നടന്നു എന്നുള്ളത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ADM നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു. ഒപ്പം വിജിലൻസ് കേസിന് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇപ്പോൾ നടത്തിയ അഴിമതിക്കും സ്ഥലം വാങ്ങി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലുമെല്ലാം കൃത്യമായ രേഖകൾ സഹിതമാണ് മുഹമ്മദ് ഷമാസ് മുന്നോട്ട് പോയിരിക്കുന്നത്. വെറും ആരോപണമല്ല എന്നിരിക്കെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്ത കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോയിരിക്കുന്നത് എന്നുള്ള ആ ഒരു നോട്ടിൽ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും വിജിലൻസ് അന്വേഷിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ വിജിലൻസും ആഭ്യന്തര വകുപ്പും ഒരു പ്രതികാര നടപടിയോണം എന്നാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയാനും നമ്മൾ തയ്യാറല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി അന്ന് മുഹമ്മദ് ഷമാസ് സമർപ്പിച്ചിരുന്ന രേഖകൾ സഹിതമാണ്, വെറും ആരോപണമല്ല എന്ന് തന്നെയാണ് പിന്നീട് മുഹമ്മദ് ഷമാസ് നമുക്ക് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടികൾ PP ദിവ്യക്കെതിരെ ഉണ്ടാവും, ADM നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ CBI അന്വേഷണം വരുമോ, ഒപ്പം ഈ വിജിലൻസ് അന്വേഷണം വരുമോ, ആദ്യം ഏത് അന്വേഷണം വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.